ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബംഗ്ലാദേശിന്റെ കടുവ കുട്ടികൾ മത്സരത്തിന്റെ തുടക്കത്തിൽ വളരെ വലിയ തകർച്ചയിലേക്ക് കുത്തിപ്പോകും എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ച സാഹചര്യത്തിൽ നിന്നും കടുവയുടെ ഹൃദയമുള്ള ഹൃദോയ് അവരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം ആദ്യം സ്കോർ ബോർഡിൽ ഒരു റണ്ണ് കൂട്ടിച്ചേർക്കുന്ന സാഹചര്യത്തിലെ സൗമ്യ സർക്കാരിന്റെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ 2 റൺസിലെത്തിയപ്പോൾ ഹൊസൈൻ ഷാൻഡോയുടെ വിക്കറ്റും അവർക്ക് നഷ്ടമായി. പിന്നീട് തുടർച്ചയായിട്ട് വിക്കറ്റുകൾ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. 26-ന് 3 വിക്കറ്റ് പോയ അവർക്ക് 35-ന് 4 വിക്കറ്റും 35-ന് 5 വിക്കറ്റും തുടർച്ചയായിട്ടുള്ള 2 വിക്കറ്റുകൾ അക്സർ പട്ടേൽ എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ അക്സർ പട്ടേലിൻ്റെ ഒരു ഹാട്രിക് ചാൻസ് രോഹിത് ശർമ്മ തുലയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മനോഹരമായിട്ടുള്ള ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള നാഴികക്കല്ലുകളിൽ ഒന്ന് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് തൗഹീദ് ഹൃദോയും പിന്നെ നമ്മുടെ ജാക്കിർ അലിയും ചേർന്നെടുത്തത്. തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കാൻ തൗഹീദ് ഹൃദോയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞു. അത് ഇന്ത്യക്കെതിരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം തകർച്ചയുടെ പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ഒരു ഇന്നിങ്സ് കിട്ടിയപ്പെടുന്നത്. ഏതായാലും മിഡിൽ ഓർഡർ എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ കണ്ടത്. രോഹിത്തും ഹാർദിക്കും അവർ പാഴാക്കിയ ക്യാച്ചുകൾക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് മടങ്ങി വന്ന മുഹമ്മദ് ഷമി 5 വിക്കറ്റ് എടുത്ത് താൻ ആരാണ് എന്താണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. 53 റൺസ് വഴങ്ങിയാണ് ഷമി 5 വിക്കറ്റ് എടുത്തത്. പിന്നെ ബാക്കി വിക്കറ്റ് ടേക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹർഷിത് റാണ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്ഷർ പട്ടേൽ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 വിക്കറ്റ് കൂടി ചേർത്ത് ഹാട്രിക് ആക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അത് രോഹിത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറെ ആർക്കും വിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ആണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഏതായാലും 35-ന് 5 വിക്കറ്റ് പോയ സാഹചര്യത്തിൽ നിന്നും 228 എന്നുള്ള ഭേദപ്പെട്ട സ്കോറിലേക്ക് ബംഗ്ലാദേശിനെ എത്തിച്ചത് ഹൃദോയും ജാക്കിർ അലിയും ചേർന്നിട്ടാണ്. സോ അവർ ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേക അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിന് ശേഷം നമുക്ക് വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം.